ഈ കാണുന്നതേ ഒരു വാട്ട്സ് നമ്മുടെ സർഫസ് LED ആണ്. ഏകദേശം 60 രൂപയാണ് ഈ റേറ്റ് വരുന്നത്. പറയാൻ കാരണം ക്ലയന്റ് ക്യാഷ് മുടക്കാമെന്ന് പറയുമ്പോഴും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മനോഹരമായിട്ടുള്ള ഒരു സാധനം. നമുക്ക് ഇത് 2 മീറ്റർ അല്ലേ വരിക? ഇതൊരു 8mm ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റ്സ്. ഒരു വീട് പണിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴായിട്ട് ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീടിൻ്റെ പ്ലാൻ മുതൽ അതിൻ്റെ ഫിനിഷിങ് വരെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഒരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ വീട് പണി പൂർത്തിയാക്കുക. എന്നാൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ വീടിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ പോലെയല്ല, ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള നിരവധി ലൈറ്റ്സുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലപ്പോഴും വീഡിയോസിലൊക്കെ നമ്മൾ ഇത്തരം ലൈറ്റുകൾ കാണുന്നുണ്ടെങ്കിലും ഇത് എവിടെ നിന്ന് നമുക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ വീടുകളിലേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു 2D പ്ലാൻ മാത്രം വെച്ചിട്ടായിരിക്കും നമ്മുടെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ എപ്പോഴോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കിച്ചൺ കബോർഡൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു കബോർഡ്സിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് നമുക്കറിയാൻ സാധിക്കുക നമ്മൾ കൃത്യമായിട്ടല്ല നമ്മുടെ ലൈറ്റിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. ഇത് സംഭവിക്കുന്നു പറഞ്ഞാൽ നോർമലി നമ്മുടെ ലൈറ്റ് പോയിന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ 60 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ വരുന്ന ആ ഒരു കബോർഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ലൈറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് കബോർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസ്റ്റൻസിലായിരിക്കില്ല, ഭയങ്കര വൃത്തികേടായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും വീഡിയോസ് കാണുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ആ കൊടുത്തിരിക്കുന്ന ആ കോപ്പ് ലൈറ്റ്സ് അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊന്നും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ അത്തരം മിസ്റ്റേക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീടിൻ്റെ വർക്ക് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ കളക്ഷൻസും നമുക്കതിൻ്റെ പ്രൈസ്, നമ്മുടെ വീടുകളിലേക്ക് ഏതൊക്കെ സാധനങ്ങൾ സൂട്ടാവും എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനായിട്ട് നമ്മുടെ സ്കോറിയോടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ ബഷീർക്കയാണ് നമ്മളോടൊപ്പം എന്നുള്ളത്. എനിക്ക് നേരത്തെ പരിചയമുണ്ട് കേട്ടോ. നേരത്തെ പരിചയം നല്ല പരിചയമുണ്ട്. നമ്മുടെ പല പ്രോജക്റ്റുകളും അല്ലെങ്കിൽ പല പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ലൈറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഷോപ്പ് എന്ന് തന്നെ സ്കോറിയോ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് ഈ ഒരു ഷോപ്പ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ബഷീർക്ക, ഞാൻ പറഞ്ഞു വരുന്നതേ, നമുക്ക് ഇപ്പോഴും നമ്മുടെ പല ക്ലയൻസിനും അല്ലെങ്കിൽ പല സുഹൃത്തുക്കൾക്കും ഇപ്പോഴും ഐഡിയ ഇല്ലാത്തൊരു മേഖലയാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും വീട് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇതിനകത്ത് പൈസ ലാഭിക്കാം. ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല ഒരു കോസ്റ്റ് ആവുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നിടത്താണ് ആ ഒരു ബേസ് ഇരിക്കുന്നത് അതിനകത്ത്. ഇപ്പം നോർമലി ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് ഒരു പിന്നെ ട്യൂബിന്റെ പോയിന്റ് ഒരു ബെഡ്റൂമിലേക്ക്, ഒരു ലൈറ്റ് പോയിന്റ്, ഒരു ഫാൻ പോയിന്റ്, മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ ഒരു AC, ഇത് മാത്രമായിരിക്കും എഗ്രിമെന്റിൽ ഉണ്ടാവുക. പലപ്പോഴും ഇത് വായിക്കാത്തത് കൊണ്ടോ പിന്നീട് ക്ലയൻസും കോൺട്രാക്റ്റും തമ്മിലുള്ള പല ഇഷ്യൂസും നടക്കാറുണ്ട്. നമുക്ക് ആ ഒരു ലൈറ്റ് വേണം, അപ്പോൾ നമ്മൾ പറയാം അത് എഗ്രിമെന്റിലില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിലായിരിക്കും ഒരു കസ്റ്റമർ പറയുക എനിക്ക് ഇന്ന ലൈറ്റ് വേണം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു പോയിന്റ് ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്ലയന്റ് ക്യാഷ് മുടക്കാമെന്ന് പറയുമ്പോഴും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫിനിഷായ സമയത്ത് അവിടെ ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിങ്ങിന്റെ ലേ ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പ്ലാസ്റ്ററിങ്ങിന് മുന്നോട്ട് തന്നെ നമ്മുടെ കൺസീൽഡ് ടൈമിൽ ലൈറ്റിംഗ് ലേ ഔട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഈ ലൈറ്റിംഗ് ലേ ഔട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ലൈറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ വേണം അല്ലേ? ശരിക്കും ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നിലവിൽ ട്രെൻഡിങ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ലൈറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് എനിക്കൊന്ന് കാണിച്ച് നമുക്ക് പരിചയപ്പെടുത്തുവാണെങ്കിൽ. ഫാൻസി ലൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഷോറൂം അല്ല, കേരളത്തിലെ തന്നെ
കോട്ടയം, കോതമംഗലം, മലപ്പുറം അങ്ങനെയുള്ള എല്ലായിടത്തും ഷോറൂമുകൾ അവൈലബിൾ ആണ്. ഏത് ഷോറൂമിൽ നിന്നാണോ നിങ്ങൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളിപ്പോൾ അവിടുത്തെ ഒരു വീഡിയോസ് ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എവിടത്തേക്ക് വേണമെങ്കിൽ, കേരളത്തിന്റെ എവിടത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറിനും നമ്മൾ ആഫ്റ്റർ സർവീസും കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റുകൾക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ളതുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റിയാണ് മീൻസ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലല്ല, വാങ്ങിച്ചിട്ട് ആഫ്റ്റർ സർവീസും അതിന്റെ പിന്നാലെ വീണ്ടും വീണ്ടും നടക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബേസിക് ആയിട്ട് ഇപ്പോൾ ഇവിടെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ഏറ്റവും ബെറ്റർ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ജിപ്സം സീലിംഗ് ആണല്ലോ. ജിപ്സം സീലിംഗിലാണ് നമുക്ക് മാക്സിമം ലൈറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പം അതിൽ നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള ലൈറ്റ്സുകളാണ് വരുന്നത്. പാനൽ ലൈറ്റുകളാണ്. പാനൽ ലൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ സ്ക്വയർ ആണെങ്കിലും റൗണ്ട് ആണെങ്കിലും അതിൽ തന്നെ വാം, വൈറ്റ്, ന്യൂട്രൽ വൈറ്റ് നിങ്ങൾക്ക് അറിയാം. അത് ഏത് കളറാണോ ആ വീടിന്, നിങ്ങൾ നേരെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വീടിന് ഏതാണ് അനുയോജ്യം, അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ആ അനുയോജ്യമായത് തിരഞ്ഞെടുത്തിട്ട് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂം തന്നെയാണ് സ്കോറിയോ. ഇതിലെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഈ കാണുന്ന ധാരാളം ലൈറ്റുകളുണ്ട്. പക്ഷേ ഈ കാണുന്ന ലൈറ്റുകളെല്ലാം തന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ബെഡ്റൂമിലേക്ക് നമുക്ക് വേറൊരു ആംബിയൻസ് ആണ്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്യണം നമുക്ക് ഏത് ഏരിയയിലാണ് നമുക്ക് ലൈറ്റ് വേണ്ടത്. ഒരു റീഡിംഗ് കോർണർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഏത് കൊടുക്കണം, നമ്മുടെ കറക്റ്റ് ബെഡിന്റെ മുകളിലേക്ക് ഏത് ലൈറ്റ് വരരുത്, നമ്മളെ ഉറക്കത്തെ ബാധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ലൈറ്റിങ്ങിലേക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണിച്ച തന്നെ പാനൽ ലൈറ്റിൽ റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഇത് തന്നെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇലക്ട്രീഷ്യന്മാരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് റൗണ്ട് ലൈറ്റ്സ് ആണ്. അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അതിന് ഭംഗി കൂടിയിട്ടില്ല, അത് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. സ്ക്വയർ ഫിക്സ് ചെയ്യാനായിട്ട് അതിന്റെ കറക്റ്റ് അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് റൗണ്ട് ചെയ്യാന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ബേസിക് പ്രൈസ് എത്രയാണ് വരിക ഈ പറഞ്ഞ നമ്മുടെ പാനൽ ലൈറ്റ്? നമ്മളിപ്പോ ഒരു 4 വാട്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 160 രൂപ എന്നൊക്കെ നമുക്ക് 2 ഇയർ റീപ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റും. 2 ഇയർ റീപ്ലേസ്. നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് അതിന്റെ ചോക്കാണ് പോയതെങ്കിൽ ചോക്ക് മാറി കൊടുക്കുക, അല്ലെങ്കിൽ പാനൽ പോയാൽ നമ്മൾ അങ്ങനെയല്ല, ടോട്ടലി ഫ്രഷ് പീസ് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് കേട്ടോ, അതിനകത്ത് ഗ്യാരണ്ടിയാണ്. അപ്പൊ 160 മുതൽ നമുക്ക് പാനൽ ലൈറ്റ്സുകൾ വാട്ട്സ് അനുസരിച്ചായിരിക്കും പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിൽ ഈ പറയുന്ന 4 വാട്ട്സ് വരുന്നുണ്ട്, 6 വാട്ട്സ് വരുന്നുണ്ട്, 8 പിന്നെ വരുന്നത്. അപ്പം നമ്മുടെ റൂമിന് അനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം ലൈറ്റ്സ് പോയിന്റ് കൂടുന്നോ അതനുസരിച്ചിട്ട് ചെറിയ വാട്ട്സിലേക്ക് തുടങ്ങാം. എന്നാൽ ഒരു റൂമിലേക്ക് 1-2 ലൈറ്റ്സ് മതിയെങ്കിൽ നമുക്ക് വലിയ വാട്ട്സിലേക്ക് പോവാം. നമുക്ക് ബേസിക് ആയിട്ടേ നമ്മൾ പണ്ട് കാലങ്ങളിലെ ഉപയോഗിക്കുന്ന നമ്മുടെ ട്യൂബ് ലൈറ്റ്സ് ആണ്. ആ ട്യൂബ് ലൈറ്റ്സിന് നോർമൽ വാട്ട്സ് നമുക്ക് 20 വാട്ട്സ് ആണ് വരുന്നത്. ഇതിപ്പോ ഒരു 15 വാട്ട്സിന്റെ 2 ലൈറ്റ് ഇട്ടാൽ തന്നെ 30 വാട്ട്സ് ആയി. അത്യാവശ്യം നല്ല വെളിച്ചമായി. ആ വെളിച്ചത്തിനൊരു ഭംഗി വേറെ തന്നെയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇനിയിപ്പോ ആ ഒരു സമയം ഇപ്പൊ ചില ആളുകൾ പാനൽ മാറ്റിയിട്ട് ഇപ്പൊ അതുപോലത്തെ സിലിണ്ടർ ലൈറ്റിലേക്കൊക്കെ മാറി വരുന്ന സമയത്ത് വേറൊരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയാം എന്നറിയില്ല. ഇതാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സിലിണ്ടർ ലൈറ്റ്. ഇത് നമ്മുടെ സർക്കിൾ ഷേപ്പും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പും ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് ബോഡി, വൈറ്റ് ബോഡി വരുന്നുണ്ട്, റോസ് ഗോൾഡ് വരുന്നുണ്ട്. ഇതിന്റെ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. പല കമ്പനികൾക്ക് ചെറിയ മാറ്റങ്ങൾ. ഒരു ഈ സിലിണ്ടർ ലൈറ്റിന്റെയും കൂടെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് എത്രയാണ്? നമുക്ക് 7 വാട്ട് ഒക്കെ വരുമ്പോഴേക്കും ഒരു 650 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇത് എത്ര വർഷമാണ് ഇതിന് വാറണ്ടി? 2 ഇയർ. 2 ഇയർ ആണ് നമ്മൾ മാക്സിമം ചെയ്യുന്നതെല്ലാം 2 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ളതാണ്. ഇത് ഫിക്സ് ചെയ്യുമ്പോഴേ ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ബാക്ക് ബോഡി നമുക്ക് നമ്മുടെ ജിപ്സം സീലിംഗ് അല്ലെങ്കിൽ കൂടിയും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാം. ഇത് നമ്മുടെ ആ ഒരു റൂഫിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. ഭയങ്കര ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ നമുക്ക് എന്തൊരു പ്രശ്നം വന്നെന്ന് വിചാരിച്ചാൽ ഈ ബാക്ക് ബോഡി മാത്രം ത്രെഡിങ് ആയതുകൊണ്ട് ഈ ഒരു പോർഷൻ മാത്രം അയച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് അത് സർവീസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വേറെ ആളെ സപ്പോർട്ടിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഇത് നിങ്ങൾക്ക് നേരെ കൊണ്ടുപോയി ത്രെഡ് ചെയ്ത് വീണ്ടും അത് ഫിക്സ് ചെയ്യാൻ പറ്റും. വളരെ തിക്നെസ് കുറഞ്ഞ ഇത് നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ ഇപ്പൊ ജസ്റ്റ് ഇത് സീലിംഗ് ആണെങ്കിലുണ്ട് നമുക്ക് ഇതുപോലെ പിടിപ്പിക്കാം. അപ്പം പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് ഫോൾ സീലിംഗ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നത്. രാത്രി എന്താ പറയുക, നമ്മുടെ ഒരു റൂമിനെയൊക്കെ ഒരു റിസോർട്ട് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള
ലൈറ്റ്സുകളാണ് ഈ കാണുന്നത്. വളരെ കുറഞ്ഞ വാട്ട്സ്, അതാണ് അതിന്റെ പ്രത്യേകത. 4 വാട്ട്സിന്റെ ബൾബൊക്കെ ഇട്ട് നമുക്ക് നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ബൾബ് ഇട്ടുന്നു ലൈറ്റ് ഓവർ അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഏതാണ്ട് ഈ ഒരു ലൈറ്റൊക്കെ നമ്മുടെ ആ ഒരു പഴയ ആ ഒരു റാന്തലിനെ അനുസ്മരിപ്പിക്കുന്ന അതേ ഒരു ആന്റിക് ഫിനിഷും അതുപോലെ തന്നെ ഒരു ഭയങ്കര ഒരു ഫീലുള്ള സാധനമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് ഇത് ഒരെണ്ണം മതി. ഇതൊക്കെ ഒരു ബേസിക് എത്രയായിരിക്കും? വളരെ നല്ല ഡിസ്കൗണ്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ കുറച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു അതിനകത്ത് ഇപ്പം ഇട്ടിരിക്കുന്ന പ്രൈസ് ഒരു 1600 രൂപയാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടും. ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വളരെ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയൊക്കെ വരുന്നത്? ഈ ഓൺലൈൻ 1000 രൂപ മുതലൊക്കെ നമുക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനാ റൂമുകളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ്സുകളെല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ. ലൈറ്റിംഗ് സൊല്യൂഷനിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് പ്രൊഫൈൽ ലൈറ്റ്, പ്രൊഫൈൽ ചാനലാണ്. ഓക്കെ, പ്രൊഫൈൽ ലൈറ്റ് എന്നാണ് പൊതുവെ പറയുന്നത്. ഈ പ്രൊഫൈൽ ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും ചാനല്, സ്ട്രിപ്പ്, ഡ്രൈവ്, ഈ 3 ചേരുവകളും കൂടി ചേരുമ്പോഴാണ് ശരിക്കും പ്രൊഫൈൽ ലൈറ്റ് ആയി മാറുന്നത്. അതെ അതെ. ഈ ഒരു ചാനലേ പ്രൊഫൈൽ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജിപ്സം സീലിങ്ങിലേക്കാണ്. ആ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കൃത്യമായിട്ട് ആ ഒരു ചാനൽ സെറ്റ് ചെയ്തിരിക്കണം. ഇത് നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ പറഞ്ഞതുപോലെ ഒരു 3 പീസാണ്. ഇത് വേണ്ട ജസ്റ്റ് ഇങ്ങനെ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ഈ ഒരു ചാനലാണ് നമ്മൾ ശരിക്കും നമ്മുടെ ജിപ്സത്തിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്തേക്കാണ് നമ്മുടെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിങ്ങനെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ഏറ്റവും രസമുള്ളൊരു സംഗതിയാണ്. പക്ഷേ എപ്പോഴും ഒരു സ്കിൽഡ് ലേബറിനെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോർണറിൽ നമ്മൾ 45 ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശം ഒരു അനുഭവമായിരിക്കും നമുക്ക് സമ്മാനിക്കുക. അതുപോലെ തന്നെ ബഷീർക്ക, ഇതിനകത്തെ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് 2 ടൈപ്പാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു 17 mm ആണ്. ഇത് വന്നിട്ട് ഒരു 10 mm ആണ്. ഇത് നമുക്ക് എത്ര mm മുതലാണ് സ്റ്റാർട്ടിങ്? 8 mm 10 mm ഒക്കെ സ്റ്റാർട്ടിങ്. അതിൻ്റെ ഹൈ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് 25 mm ഒക്കെ വരുന്നുണ്ട്. അതെ, അപ്പം ഒരു 8 mm മുതൽ 25 mm വരെ ഇതിൻ്റെ ആ ഒരു വിഡ്ത്ത് ആണ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ജിപ്സം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു സാമ്പിൾ പീസ് മേടിച്ചിട്ടാണ് ആ സമയത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ പിന്നീട് ഇതിൻ്റെ ജോയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇത് 2 മീറ്റർ അല്ലേ വരിക? ഇതൊരു 8 mm ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ്? നമുക്ക് ഇതിപ്പോൾ നമുക്ക് ഒരു 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടല്ലോ, ഇതൊക്കെ 100 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്ര തന്നെ ഉള്ളൂ. ഈ ഒരു ചാനൽ വരുമ്പോൾ ഇത് നമുക്കൊരു 90 രൂപയ്ക്കൊക്കെ നമുക്ക് മീറ്ററിന് കൊടുക്കാം. അത് ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ വാങ്ങുന്ന സാധനത്തിനനുസരിച്ചുണ്ടല്ലോ ഓരോ ഇതേ ശരിക്കും സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ഈ വീഡിയോയിലൊക്കെ വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഇതെന്തോ ഒരു ഭയങ്കര നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണെന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ പ്രേരിപ്പിക്കാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ ഇതാകാത്തത്. ശരിക്കും പറഞ്ഞാൽ നോക്കിയേ, മീറ്ററിന് 90 രൂപ മുതൽ നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. കുറഞ്ഞ വിലയിലൊക്കെ സാധനം കിട്ടുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി നമ്മളെ എപ്പോഴും ഈ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് ക്വാളിറ്റി കുറച്ചിട്ട് മേടിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഔട്ട്സൈഡിൽ ഫിക്സ് ചെയ്യുന്ന ചില ലൈറ്റ്സുകളാണ്. ഇത് ഇൻ കേസ് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് മാറ്റി വയ്ക്കാനുള്ളൂ. പക്ഷേ ഇതുപോലെ നമ്മൾ ഇൻസൈഡിലേക്ക് വെക്കുന്ന ഇത്തരം പ്രോജക്റ്റുകൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക. ഇനി ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ട്രാക്ക് ലൈറ്റ്സ് അല്ലേ? അതെ അതെ. അതൊന്ന് ജസ്റ്റ് സാമ്പിൾ കാണാം. ട്രാക്ക് ലൈറ്റ് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് നോർമൽ ട്രാക്ക് അത് നമ്മളെ ഇതാണ് വരുന്നത്, എന്താ പറയാ, മാഗ്നറ്റിക് ട്രാക്ക്. നമ്മൾ പണ്ട് കാലങ്ങളിൽ ഷോപ്പുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് മാഗ്നറ്റിക് ട്രാക്ക്. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽസ് ഫീൽഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതൊന്ന് ഓണാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവബിൾ ആണ്. നമുക്ക് ഇതിലേക്ക് ഒരു ട്രാക്ക് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ബാക്കി ഓരങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ഇതുപോലുള്ള സ്പോട്ട് ലൈറ്റ്സ് ഈ ഒരു ലൈറ്റ്സ് ആഡ് ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇനി ഇപ്പം നമ്മൾ പ്രൊഫൈല് പറഞ്ഞു, ട്രാക്ക് ലൈറ്റ് പറഞ്ഞു, നമ്മുടെ പിന്നെ പാനൽ ലൈറ്റ്സ് പറഞ്ഞു, അതുപോലെ തന്നെ അതിൽ സിലിണ്ടർ ലൈറ്റ് പറഞ്ഞു. ഇനി ഒരു ഇന്റീരിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ വേറെ ലെവലാണ്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇതൊരു സ്പൈറൽ ഷേപ്പിലാണ് അല്ലേ ഈ ഒരു ലൈറ്റ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെയാണ് ഇതിൻ്റെ ലൈറ്റ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല, അത്രയും ഭംഗിയാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇതിന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഇപ്പൊ സ്കോറിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാങ്ങിങ് ലൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരിക?
സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോഡൽ അനുസരിച്ചായിരിക്കും അല്ല ഞാനൊരു ആവറേജ് നമുക്ക് ഒരാൾക്ക് ഒരു ഇത് തോന്നണം. സിംഗിൾ ഹാങ്ങിങ് ഒക്കെ നമുക്കൊരു 700-800 രൂപ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ്സുകളല്ല അവൈലബിൾ. ടോപ്പിലേക്ക് പോയാൽ എത്ര ലക്ഷം രൂപ നമുക്കിപ്പോ 50-60 നമുക്ക് അങ്ങനെ പോവാം. 60,000 പിന്നെ അതിന്റെ മുകളിലേക്ക് ലക്ഷങ്ങൾ വില വരുന്ന ലൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എന്താ മനോഹരമായിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് കാര്യങ്ങളാണ്. ഇതിപ്പോ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ചില സമയങ്ങളിലൊക്കെ എനിക്കിത് ഇത്രയും ആവശ്യമില്ല. ഇപ്പം എല്ലാന്നും ഇത് റിമൂവബിൾ അല്ല. ചില മോഡൽസിലൊക്കെ എനിക്ക് ഇതിന്റെ ഒരു സിംഗിൾ പീസ് ചോദിച്ചാൽ നമുക്ക് തരാനായിട്ട് സാധിക്കില്ല. ഇതിന്റെ ഒക്കെ നമുക്കിപ്പോ അവൈലബിൾ ആണ് സിംഗിൾ പീസ്. അതെ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഈ കിടക്കുന്ന ഒരു 10 സെറ്റ് ആണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിംഗിൾ പീസ് വേണമെന്ന് നമുക്ക് അതിന് റിമൂവ് ചെയ്ത് തരാൻ പറ്റും. അതായത് ഇത് ബൾബ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. LED ഇൻബിൽട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ആ ഒരു ഇത് വരുന്ന പ്രശ്നമുള്ള. നമുക്ക് ഈ പറഞ്ഞ കണക്ക് 700 റുപ്പീസ് മുതൽ നമുക്ക് ലൈറ്റ്സ് സ്റ്റാർട്ടിങ് ആണ്. അതായത് നോക്കിയേ എന്താ മനോഹരമായിട്ടുള്ള ഒരു സാധനം. ഒക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു റേറ്റ്. ഇതിപ്പോ നമുക്ക് 37,600 ആയിട്ട് ഇരിക്കുന്നത്. അതൊന്നും നോക്കണ്ട, അതൊക്കെ നമ്മൾ മാക്സിമം നല്ല ഡിസ്കൗണ്ട് തന്നെ കൊടുക്കും. അല്ല എന്നാലും ഇപ്പൊ ഇട്ടിരിക്കുന്ന പ്രൈസ് 37,600 ഉള്ളൂ. ശരിക്കും ഒരു 50,000 എബോ ഒരു മതിപ്പ് തോന്നുന്ന ഒരു സാധനമാണ്. അതെ നമ്മളത് പിന്നെ MRP അല്ല, അതൊന്നും താഴ്ത്തിയിട്ടാണ് പ്രൈസ് തന്നെ ഇവിടെ ഇടുന്നത്. പിന്നെ അതൊന്നും നമ്മൾ ഡിസ്കൗണ്ട് നമ്മുടെ കസ്റ്റമറിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാം വാറണ്ടി അതുപോലെ തന്നെ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ധാരാളം നമുക്ക് ഇത് സോളാർ അല്ലേ? ഇത് സോളാർ പാനലാണ്. ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ റൂഫ് ലൈറ്റ് 5 മീറ്റർ കേബിൾ ആണ് അതിൽ വരുന്നത്. നമുക്കിപ്പോ ഒരു ചില ഏരിയയിൽ ചില ആളുകൾ പറയുന്ന ഒരു പ്രശ്നമാണ്, നമ്മളെ എന്താ പറയാ, അവർക്ക് സൂര്യപ്രകാശം കിട്ടുന്ന മരങ്ങളാണ് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സൂര്യപ്രകാശം കിട്ടുന്ന ഇടത്ത് പാനൽ വെച്ചിട്ട് ലൈറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. അതെ, ഈ ഒരു 5 മീറ്റർ കേബിളിന്റെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്. ഇത് 40 വാട്ട്സ് വരുന്ന ഒരു ലൈറ്റ്സ് ആണ്. വൺ ടൈം പർച്ചേസ്. പിന്നെ നമുക്ക് വൈദ്യുതി ബില്ലിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇതിന് 5 വർഷത്തെ വാറണ്ടി. ഇത് സെൻസർ അല്ലേ നമുക്ക്? അല്ലേ, നമുക്ക് ആ ഒരു ലൈറ്റ് ഡിം ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. ഇത് നമ്മുടെ ഒരു റൂഫ് ലൈറ്റ് ആണ് കേട്ടോ, ടോപ്പിലൊക്കെ വെക്കുന്നത്. ഇത് സോളാർ ആണ്. അത്യാവശ്യം നല്ല രസമുള്ള ഒരു ഡിസൈൻ. ഫുള്ള് നമ്മുടെ LED ലൈറ്റ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വെട്ടം ഊഹിക്കാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് സെൻസറൂടെയാണ്. ഇത് 6,000 സംതിങ് ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഒരു ഓഫറിൽ ഇതൊരു 4,900 അല്ലേ? 4,900-ത്തിനകത്ത് 90 വാട്ട്സ് ആണ് വരുന്നത്. 90 വാട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, നല്ല വെളിച്ചുണ്ടാവും. ഓക്കെ, ഇതിന്റെ കുറച്ചധികം മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഇതിലിപ്പോ നമുക്ക് വേറെ 20 വാട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20, 40, 60 എന്നീ വാട്ട്സുകൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഡേ നൈറ്റ് സെൻസർ ആണ്. ഒന്നും അറിയണ്ട, നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്താ നമുക്കറിയാലോ, വീട്ടിൽ ഇപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതം. അപ്പോൾ നമ്മൾ ടോപ്പ് ലൈറ്റ് ഓഫ് ആക്കിയോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയാൻ പറ്റണില്ല. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ലൈറ്റാണ് ടോപ്പ് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമില്ല. ഡേ നൈറ്റ് സെൻസർ ആയതുകൊണ്ട് കാലത്ത് അത് താനെ അണയും. ഇനിയിപ്പോൾ നിങ്ങൾ 2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോയി, നിങ്ങളെ വീട്ടിൽ വെളിച്ചം തെളിയാൻ ഈ പ്രശ്നമേ ഇല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളെ വീടിന് ആ ഇരുട്ട് വീഴുന്ന സമയത്ത് ഓൺ ആകുകയും കാലത്ത് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നിരവധി ഗേറ്റ് ലൈറ്റുകളുടെ കളക്ഷൻസ് ഉണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യം വാറൻറ്റിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഈ ചെറിയ ടൈപ്പ് മുതൽ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മുടെ കോണ്ടംപററി ഡിസൈനിലേക്കൊക്കെ സൂട്ടാവുന്ന ആ ഒരു ബോക്സ് ടൈപ്പൊക്കെ ധാരാളം സെലക്ഷൻസ് ഇവിടെ ഉണ്ട്. ബഷീർക്ക, നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട ലൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ആ ഒരു ലൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. നമ്മളിത് ഒരു വീട് ചെയ്യുന്ന സമയത്ത് നമുക്കിതെങ്ങനെ പ്ലാൻ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെക്കുന്ന ഒരാൾ നമ്മുടെ ഒരു പ്ലാനിങ്ങിന്റെ സ്റ്റേജിൽ തന്നെ ശരിക്കും ഇതുപോലൊരു ഷോപ്പ് വിസിറ്റ് ചെയ്താൽ, എനി ഷോപ്പ് ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ്സുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഇത് ചെയ്യുന്ന ഡിസൈനേഴ്സിന്റെ അടുക്കൽ പറയാനായിട്ട് പറ്റും, എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ലൈറ്റ് വേണം അല്ലെങ്കിൽ അതിന്റെ പോയിന്റ് വേണം എന്നുള്ളത്. ഇനി അതിലുപരി ഒരു വീട് കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ കോൺട്രാക്ടറുമായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും, എനിക്ക് ഇന്ന പോയിന്റ് വേണം. ഇപ്പൊ അവരുടെ കോൺട്രാക്റ്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 1-2 ലൈറ്റ് പോയിന്റ്സ്
മാത്രം ഉണ്ടാവും. ഇത് ആഫ്റ്റർ ഫിനിഷിങ്ങിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരിക്കലും നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം ഷോപ്പുകൾ വിസിറ്റ് ചെയ്യാം. അതെ, അതുപോലെ തന്നെ പിന്നെ ഞാൻ ബഷീർക്കാടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്ത് സംശയത്തിനും പർച്ചേസിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബഷീർക്കായെ വിളിക്കാം, എല്ലാം ക്ലിയർ ചെയ്യും. നമ്മുടെ ഷോപ്പ് വരുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ തോന്നക്കലാണ്, നമ്മുടെ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ബിൽഡ് ഹബ്ബ്. ഇവിടെ ബിൽഡിങ്ങിന്റെ മാത്രം മെറ്റീരിയൽ ഉള്ള ഒരു ചെറിയൊരു മാളെന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെയാണ് ഇതുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ഫിനിഷിലുള്ള നമ്മുടെ ഔട്ട്സൈഡ് ലൈറ്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് വാട്ടർ പ്രൂഫാണ്. ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂലേക്കാ. ഇതിൻ്റെ അത്യാവശ്യം കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറേ ഇപ്പം ഒരു കഴിഞ്ഞ നമ്മുടെ ഒരു ഹോം ടൂറിനകത്ത് ഒരു പിന്നെ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് ചെയ്യിപ്പിച്ച സാധനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിലും നമുക്ക് സ്കോറിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അളവ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഇപ്പോൾ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റോ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പൂജാമുറിയിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിലും ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. ഇനി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ടോയ്ലറ്റുകളിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഇതിലുള്ള ടച്ച് മിററുകൾ, LED മിററുകൾ. ഈ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഇതിപ്പോൾ നമുക്കൊരു ചെറിയ പ്രൈസ്, നല്ല പ്രൈസിന് ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ കൊടുക്കാം. ഇത് വാമാണ്. ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതാ വാമ്, വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്, 3 കളർ അവൈലബിൾ ആണ്. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു സൈസ് മതിയാവില്ല ചില ഏരിയയിൽ. ആ ഏരിയന്റെ കറക്റ്റ് മെഷർമെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അതുപോലെ അവർക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത്. സർക്കിള് അല്ലെങ്കിൽ സ്ക്വയർ മാത്രമല്ല, ഇനി ഓവൽ ഷേപ്പ് ആണ്, ഷഫിൾഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഷേപ്പ് ആണെങ്കിലും ഈസി ആയിട്ട് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സോളാർ ലൈറ്റിന്റെ ഒക്കെ വിപുലമായ കളക്ഷൻസ് ഉണ്ട്. ഇനി പിന്നെ പലപ്പോഴും നമ്മുടെ വീടുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡിലേക്ക് ഭംഗി കൂട്ടുന്ന ഒരു സാധനമാണ് ഇത്തരത്തിലുള്ള ഈ ഡബിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഷെയ്ഡ്, 4 ഷെയ്ഡൊക്കെ ഈ ലൈറ്റ്സ് കാര്യങ്ങൾ. ഇതിൻ്റെ ജസ്റ്റ് ഇതൊക്കെ ഒരു ലെൻസ് വ്യൂ വരുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വൈഡായിട്ട് നമ്മുടെ ലൈറ്റ് കിട്ടും. ഇതൊക്കെ നമ്മുടെ ചുമരുകളിലേക്ക് അല്ലെങ്കിൽ പിന്നെ കോമ്പൗണ്ട് വാളിലേക്കൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒട്ടനവധി കളക്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഏറ്റവും ചെറിയ മോഡലൊക്കെ എത്രയൊക്കെ റേറ്റ് വരാം? അത് നമുക്കൊരു ഇങ്ങനെ 500 രൂപയിൽ നിന്ന് 450 രൂപ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു വർഷം നമുക്ക് സർവീസും ഗ്യാരണ്ടികളെല്ലാം കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും വീട് വെക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ചും ഈ പറഞ്ഞ നമുക്ക് ഈ ഒരു വിഷു റംസാൻ കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വെക്കുന്നത്. സ്കോറിയോടെ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് പുതിയ ഷോപ്പുകളൊക്കെ വരുന്നുണ്ടല്ലേ. ഇപ്പൊ നമുക്ക് പ്രോപ്പർലി തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു ഷോപ്പില്ല. ഇല്ല, ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു ഷോറൂം. പിന്നെ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയാ ഉള്ളത്? കോട്ടയം, കോതമംഗലം. പിന്നെ ഒരു ഷോറൂം കൂടി വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സ്കോറിയോടെ ഷോറൂമിൽ നിന്ന് നമുക്ക് പറ്റും. അപ്പം കുറേയൊക്കെ ലൈറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.